ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നന്നായി പഠിച്ചു പോവുക എല്ലാവരും. നമ്മൾ ടൈം ടേബിൾ ഇട്ട് പഠിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പഠിച്ച് പകുതിയോളായി. നമ്മുടെ ഭരണഘടനയത്തെ ടോപ്പിക്ക് ഫുള്ളും തീർന്നിട്ടുണ്ട്. ഇനി അത് റിവിഷനാക്കി എല്ലാവരും കൊണ്ടുപോകുക. ഓക്കെ, ശനി ഞായറും റിവിഷനാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഡെയിലി ഭരണഘടന നമ്മുടെ ഫിനിഷ് ആയതുകൊണ്ട് അത് ഡെയിലി റിവിഷനാക്കി കൊണ്ടുപോയി. ഇനി ടൈം ടേബിളിൽ ഭരണഘടന ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ടൈം ടേബിൾ നമ്മൾ ഡെയിലി ഇടുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രിൻ്റ് എടുത്തതിൽ മാർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ടൈം ടേബിൾ പറയണത്, ഞാൻ എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പഠിച്ച് തീരാത്തവർ അത് പഠിച്ചതിന് ശേഷം ഈ ഒരു ടൈം ടേബിൾ എടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്നാണ് ഫസ്റ്റ് നമ്മൾ അതായത് ടോപ്പിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുക കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹിസ്റ്ററിയിൽ നിന്ന് ഞാൻ അധികം എടുത്തിട്ടില്ല. അതായത് ഇനിയിപ്പോൾ യൂറോപ്യന്മാരുടെ വരവൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് പഠിക്കേണ്ടാവും. അപ്പോൾ അതല്ലാണ്ട് ഇനി ഇന്നത്തെ ടൈം ടേബിളിൽ ഒരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് പോവുക, പറയുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്കാണ് പൊതുവിജ്ഞാനത്തിൽ ചരിത്രത്തിൽ, അതായത് കേരളത്തിലെ ചരിത്രം നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് കേട്ടോ. നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് ഒന്നാമത് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതായത് ഈ ഒരു ചരിത്രം വേറെ ഞാൻ എടുത്തിട്ടില്ല. രണ്ടാമത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഞാനിവിടെ പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഭൂമിശാസ്ത്രത്തെ കേരളത്തിലെ റോഡ് ഗതാഗതമില്ലേ, റോഡ് ഗതാഗതം അതിലാണ് കേട്ടോ. അതാണ് പിന്നെ പഠിക്കാനുള്ളത്. കുറച്ചേ ഉള്ളൂ. പക്ഷേ ജില്ലകളിൽ നമ്മൾ ഓൾറെഡി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടൈം ടേബിളിൽ ആലപ്പുഴ ഉൾപ്പെടുത്തുകയാണ്. ജില്ലകളിൽ ആലപ്പുഴ വരും. അതിനൊപ്പം തന്നെ റോഡ് ഗതാഗതമാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് നമുക്ക് എക്കണോമിക്സ് തീർക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് ഹരിത വിപ്ലവം എടുക്കുന്നുണ്ട് കേട്ടോ. എക്കണോമിക്സിൽ നിന്ന് ഹരിത വിപ്ലവം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുകയാണ്, നിങ്ങളത് നോട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് എഴുതി കാണിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ കേരള ഭരണ സംവിധാനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ടോപ്പിക്ക് സാമൂഹ്യ സുരക്ഷിതത്വമാണ് കേട്ടോ. സാമൂഹ്യ സുരക്ഷിതത്വമാണ് എടുത്തിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷിതത്വം അതേതെന്നാണ് കേരള ഭരണ സംവിധാനങ്ങളും. ഓക്കെ, പിന്നെ ബയോളജിയാണ് എടുത്തിരിക്കുന്നത്. ബയോളജിയിൽ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഓക്കെ, പരിസ്ഥിതി പ്രശ്നങ്ങളുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഫിസിക്സും കെമിസ്ട്രി നമ്മൾ എടുക്കണില്ല. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കലാകായിക സാഹിത്യമില്ലേ, അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഗെയിംസ് ഇനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഗെയിംസ് ഇനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിലെ മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. ഗെയിംസ് ഇനങ്ങളാണ് പിന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ സാഹിത്യത്തിൽ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തീർക്കാനുണ്ട് ഒരുപാട്. അപ്പോൾ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ. ഓക്കെ, അതിലെ ആദ്യ കൃതികളും കർത്താക്കളും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് നന്നായി പഠിക്കാനുണ്ടാവും. കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. സാഹിത്യത്തിലെ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളും ആദ്യ കൃതികൾ കർത്താക്കൾ. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ കമ്പ്യൂട്ടറിന് നമ്മൾ ഓൾറെഡി ഹാർഡ്വെയർ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേൽ സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലിതെല്ലാം പഠിക്കണം കേട്ടോ. ക്ലാസിഫിക്കേഷൻ പഠിക്കണം, അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കണം. അങ്ങനെ കുറേ ഉണ്ട്. ബേസിക് ഓഫ് പ്രോഗ്രാമിംഗ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അടുത്ത ടോപ്പിക്കാണ്, അത് അടുത്ത ദിവസം തരാം. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ എന്നുള്ള ടോപ്പിക്ക്. പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ നമ്മുടെ സുപ്രധാന നിയമങ്ങൾ എന്നൊരു ടോപ്പിക്ക് നിന്ന് എടുത്തിട്ടുണ്ട്. സുപ്രധാന നിയമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളത് പോക്സോ ആക്റ്റാണ് കേട്ടോ. അതായത് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്, പോക്സോ ആക്ട്. ഈ രണ്ട്, അതായത് ആകെ നമുക്ക് സുപ്രധാന നിയമങ്ങളിൽ 5 പഠിക്കാനുള്ളത്, 5 മാർക്കിന്. അതിൽ അവസാനത്തെ 5ാമത്തെ ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ആനുകാലികം അത് നമ്മൾ ഡെയിലി നമ്മൾ കൊണ്ടുപോവുക. ഓക്കെ, അതായത്
നമ്മുടെ 20 മാർക്കിനാണ് അതുള്ളത്. ആനുകാലം ടുഡേ, അതായത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിച്ചിട്ട് പോവുക. അല്ലാത്തവരാണെങ്കിൽ നമ്മുടെ മാസം, നമ്മൾ ഓരോ മാസം റിപ്പീറ്റായിട്ട് പഠിക്കുന്നില്ലേ, ആ ഒരു സമയത്ത് ഏതാണ് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് അത് റിപ്പീറ്റായിട്ട് കൊണ്ടുപോകുക കേട്ടോ. പിന്നെ മാത്സിൽ നമ്മൾ ഒറ്റയാനെ കണ്ടെത്താനാണ് എടുത്തിട്ടുള്ളത്. ഓഡ് മാൻ ഔട്ട് കേട്ടോ, ഒറ്റയാനെ കണ്ടെത്താനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് വരുന്നത് ഇംഗ്ലീഷും മലയാളവുമാണ്. ഇംഗ്ലീഷിൽ എടുത്തിട്ടുള്ളത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് കേട്ടോ, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചാണ് എടുത്തിട്ടുള്ളത് ടോപ്പിക്ക്. പിന്നെ മലയാളത്തിൽ ഘടകപദമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ബാക്കി അത്രയും നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഘടകപദമാണ്. ഇതൊക്കെ നമ്മൾ പദശുദ്ധി, വാക്യശുദ്ധി, അതുപോലെ തന്നെ ഒറ്റപദം, പര്യായം, വിപരീത പദമൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഞാൻ പുതിയതായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി, ടൈം ടേബിൾ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. പിന്നെ സമാന പദം പഠിച്ചു, നമ്മൾ ശൈലികൾ പഠിച്ചു, ചേർത്ത് എഴുതാൻ പഠിച്ചു, സ്ത്രീലിംഗം പുല്ലിംഗം പഠിച്ചു, വചനം പഠിച്ചു, പിരിച്ചെഴുതലും പഠിച്ചതാണ്. ഇനി അടുത്തത് ഘടകപദമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈം ടേബിൾ. പിന്നെ നമ്മുടെ ഭരണഘടന കഴിഞ്ഞതുകൊണ്ട് നിങ്ങളത് റിവിഷൻ ആക്കിയിട്ട് നമ്മുടെ ആ ഭരണഘടന ടോപ്പിക്കില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഭരണഘടന ടോപ്പിക്ക്, നമ്മുടെ ഫുള്ള് തീർന്നിട്ടുണ്ട്, അതായത് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഇനി നിങ്ങൾ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് എന്താ പറയുക, ഈ റിവിഷൻ ഡെയിലി കൊണ്ടുപോവുക. അതായത് ടൈം ടേബിളിൽ ഭരണഘടന ഇല്ല പറഞ്ഞിട്ട് ഡെയിലി ഭരണഘടന പഠിക്കാതിരിക്കരുത്. അതിന് ഒപ്പം ഈ ഒരു ടോപ്പിക്ക്, കുറച്ച് ടോപ്പിക്കുള്ളത് നമുക്ക് 5 മാർക്കിനുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഡെയിലി ടൈം ടേബിളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ, ഭരണഘടനയാണ്. ഓക്കെ, പിന്നെ നമുക്ക് കുറേ ടോപ്പിക്സ് തീരാനുണ്ട്. അപ്പോൾ ഇനി ടൈം ടേബിൾ ഓവറാണെന്ന്, അതായത് ലോഡാണ്, പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ആരും പരാതി പറയരുത്. നമുക്ക് തീർക്കണം. 100 ദിവസത്തെ ടൈം ടേബിളാണ്. അതിനുശേഷം നമുക്ക് ഫുള്ള് റിവിഷൻ ക്ലാസ് ആയിരിക്കും. ഈ ടോപ്പിക്ക് വെച്ചിട്ട് എക്സാമും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക്, ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ എന്തായാലും ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ മെമ്പേഴ്സിന് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്തവർക്ക് മാത്രമേ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ജോയിൻ ലിങ്ക് ഞാൻ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കി പഠിക്കുക. പിന്നെ നമ്മൾ കുറേ ടോപ്പിക്സ് തീരാനുള്ളത് കാരണം കുറച്ച് ലോഡ് ഇനി വരും ദിവസങ്ങൾക്ക് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ടൈം മാനേജ് ചെയ്തിട്ട് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് അങ്ങനെ പഠിച്ചു പോവുക. ഓക്കെ, ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്തൊരു ടോപ്പിക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ SC NCERT ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്, അതും നോക്കി പഠിക്കുക, വിടരുത്. നാളെ തൊട്ട്, അതായത് നാളത്തെ ടൈം ടേബിളിൽ നമ്മൾ INC സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ഓരോ വർഷത്തെയും INC നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതനുസരിച്ചിട്ട് ടൈം ടേബിൾ കുറച്ച് ഹാർഡാവും. അപ്പോൾ കുറേ പേര് പരാതി പറയുന്നുണ്ടായിരുന്നു, ഹാർഡാണ്, പഠിക്കാൻ പറ്റില്ല എന്ന്. നമുക്ക് തീർത്തേ പറ്റുള്ളൂ. എക്സാം വരുന്നതിന് മുന്നേ 1 മാസം മുന്നെങ്കിലും നമുക്ക് എല്ലാ ടോപ്പിക്സും നമ്മൾ നിർത്തി ആ 1 മാസം നമ്മൾ, ബാക്കിയുള്ള 1 മാസം നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇതിങ്ങനെ തീർത്ത് പോണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സമയം കണ്ടെത്തി പഠിക്കാം. വീട്ടമ്മമാരാണെച്ചാലും കുഞ്ഞിനെ നോക്കുന്നവരാണെച്ചാലും ജോലിക്ക് പോകുന്നവരാണെച്ചാലും ദിവസം ഒരു 5 മണിക്കൂർ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർക്കാൻ പറ്റുന്ന ടോപ്പിക്സേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സിലബസ് ഇതേപോലെ നിങ്ങളൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കൂ. എന്നാൽ അതിന് ശേഷം ഇതേപോലെ മാർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ച ടോപ്പിക്സ് തീരും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിൽ മുഴുവനായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഭരണഘടന നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി എക്കണോമിക്സും ബയോളജി ആയിരിക്കും ഞാൻ മെയിനായിട്ട് നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ടൈം നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചിട്ട് പോകുക കേട്ടോ. ബുദ്ധിമുട്ടുള്ളവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയേ. അതനുസരിച്ച് ഞാൻ ഇനി ടൈം ടേബിൾ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യാം, കമൻറ്റ് ഇടുക. പിന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.